തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകളിൽ നിന്നാണ് ഇന്നത്തെ ഈവനിംഗ് എഡിഷൻ ആരംഭിക്കാൻ പോകുന്നത്. പത്രിക പിൻവലിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴും തർക്കം തീരാതെ മുന്നണികൾ. സീറ്റ് വിഭജന തർക്കവും വിമത ശല്യത്തിനും പുറമെ സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്ന സംഭവം വരെ ഉണ്ടായി. ഓരോ ജില്ലയിലും മുന്നണികൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത്. കോട്ടയത്ത് നിന്ന് ജോസി ബാബു, കാസർഗോഡ് നിന്ന് ഷഫീഖ് നസറുള്ള, പാലക്കാട് നിന്ന് സാജിദ് അജ്മൽ, പത്തനംതിട്ടയിൽ നിന്ന് നന്ദുഷ, മലപ്പുറത്ത് നിന്ന് യൂനസ് അഹമ്മദ്, കൊച്ചിയിൽ നിന്ന് സിജോ വർഗീസ്, തിരുവനന്തപുരത്ത് നിന്ന് സഫ്വാൻ കാളികാവ് എന്നിവരാണ് ചേരുന്നത്. നമുക്ക് കോട്ടയത്ത് നിന്ന് ആരംഭിക്കാം. കോട്ടയം എരുമേലിയിലാണ് സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്തതിനെതിരെ മുസ്ലിം ലീഗ് വലിയ പ്രതിഷേധത്തിൽ തുടരുന്നത്. കോൺഗ്രസിനെതിരെ ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ട്രഷറർ നിസാർ പ്ലാമൂട്ടിലാണ് മത്സരിക്കുക. കൂടിയാലോചനയില്ലാതെയാണ് സീറ്റ് ഏറ്റെടുത്തതെന്നാണ് നിസാർ പ്ലാമൂട്ടിൽ മീഡിയ വണിനോട് പറഞ്ഞത്. അതേസമയം നിസാറിനെ തള്ളി ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി രംഗത്ത് വന്നു. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ജനറൽ സീറ്റായിരുന്നു വാഴക്കാല. അവിടെ പാർട്ടിയുടെ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ച നിലവിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് നിർത്താൻ തീരുമാനിച്ചത്. അങ്ങനെ ആ രീതിയിൽ കമ്മിറ്റി കൂടിയ ഒരു രാത്രി കൊണ്ട് അത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വെച്ചു മാറുകയായിരുന്നു. പാർട്ടിയോ കമ്മിറ്റിയോ നിലവിൽ അറിഞ്ഞിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഞാൻ മത്സരരംഗത്തുള്ളത്. അത് ശക്തമായ പ്രതിഷേധമുണ്ട്. പാർട്ടിയുടെ അസ്തിത്വം കളഞ്ഞിട്ടാണ് നിലവിൽ ഇവര് കോൺഗ്രസിന് വെച്ചു മാറിയിരിക്കുന്നത്. ഇല്ല, പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വിശദാംശങ്ങൾ കോട്ടയത്ത് നിന്ന് ജോസി ബാബു നൽകും. ജോസി, മത്സരരംഗത്ത് നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണോ നിസാർ പ്ലാമൂട്ടിലുള്ളത്? എന്താണ് കോൺഗ്രസിനെതിരെ മത്സരരംഗത്തേക്ക് എത്താൻ, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കാരണമായത്? ദിവ്യ, എരുമേലി പഞ്ചായത്തിലെ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് കമ്മിറ്റി ട്രഷററാണ് നിസാർ പ്ലാമൂട്ടിൽ. നിസാർ പ്ലാമൂട്ടിലാണ് 5ാം വാർഡായ വാഴക്കാലയിൽ ഇത്തരത്തിൽ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. താൻ ലീഗിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി എന്നാണ് നിസാർ പ്ലാമൂട്ടിൽ അവകാശപ്പെടുന്നത്. അദ്ദേഹം പറയുന്നത് ലീഗിന് അവകാശപ്പെട്ട സീറ്റുകൾ, പ്രത്യേകിച്ച് എരുമേലി പഞ്ചായത്തിലെ ഈ വാഴക്കാല സീറ്റ് അടക്കമുള്ള പല സീറ്റുകളും കോൺഗ്രസ് ഏറ്റെടുത്തു. ഇതിന്റെ പ്രതിഷേധ ഭാഗമായാണ് തന്റെ സ്ഥാനാർത്ഥിത്വമെന്നാണ് നിസാർ പ്ലാമൂട്ടിൽ പറയുന്നത്. അതിന്റെ പ്രതികരണമാണ് അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തത്. അതേസമയം നിസാർ പ്ലാമൂട്ടിലെ ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പൂർണ്ണമായും തള്ളുകയാണ്. ലീഗ് വിജയസാധ്യത കണക്കിലെടുത്ത് UDF പൊതുസ്വതന്ത്രൻ എന്ന നിലയിലേക്ക് തീരുമാനം UDF എടുത്തിരുന്നു. അതുകൊണ്ട് UDF പൊതുസ്വതന്ത്രനെ പിന്തുണയ്ക്കുവാനാണ് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചതെന്നാണ് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് നൌഷാദ് കുറുങ്കാട്ടിൽ പ്രതികരിച്ചത്. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ ഒരു ധാരണയുണ്ട്, പൊതുസ്വതന്ത്രനെ മത്സരിപ്പിച്ചാൽ മാത്രമേ UDF വിജയസാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് UDF ഒരു പൊതുസ്വതന്ത്രനെ മത്സരിപ്പിക്കുന്നതെന്നാണ് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പറയുന്നത്. എന്തായാലും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉടൻ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് UDF ജില്ലാ നേതൃത്വം പറയുന്നുണ്ട്. എന്തായാലും ലീഗിന് വലിയ സ്വാധീനമുള്ള മേഖലയാണ് എരുമേലി. അവിടെ ഇത്തരത്തിലൊരു വിമത നീക്കം അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയായി അവകാശപ്പെട്ടുകൊണ്ട് യൂത്ത് ലീഗിന്റെ പഞ്ചായത്ത് കമ്മിറ്റി ട്രഷറർ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് വലിയ തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട്. UDF പൊതുസ്വതന്ത്രനായി നാസർ പനച്ചിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നാസർ പനച്ചി അവിടുത്തെ ജമാഅത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്. അദ്ദേഹത്തെയാണ് UDF പൊതുസ്വതന്ത്രനായി തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്നുള്ള തീരുമാനമാണ് ലീഗ് പ്രാദേശിക നേതൃത്വം നൽകുന്നത്. അതേസമയം തന്നെ താൻ നൽകിയ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും അല്ലെങ്കിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് നിസാർ പ്ലാമൂട്ടിലും വ്യക്തമാക്കുന്നുണ്ട്. ദിവ്യ. യെസ് ജോസി, ഇവിടെ എരുമേലിയിൽ മാത്രമല്ല മറ്റിടങ്ങളിലും വിമതശല്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? പത്രിക പിൻവലിക്കാൻ ചിലരെങ്കിലും തയ്യാറായിട്ടുണ്ടോ? സംസ്ഥാനത്തുടനീളം എന്ന പോലെ പലയിടത്തും കോട്ടയം ജില്ലയിലും വിമത ശല്യമുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസിലും CPM-ലും ആ പ്രശ്നം നേരിടുന്നുണ്ട്. കോൺഗ്രസിന്റെ നഗരസഭാ പ്രതിപക്ഷ നേതാവ് മത്സരിക്കുന്ന പാലാ നഗരസഭയിൽ തന്നെ അത്തരമൊരു പ്രതിസന്ധിയുണ്ട്. 18ാം വാർഡിൽ നഗരസഭാ പ്രതിപക്ഷ നേതാവായ സതീഷ് ചെല്ലോനിക്കെതിരെ അവിടെ തന്നെ നേരത്തെ സിറ്റിംഗ് കൗൺസിലറായ മായ രാഹുൽ മത്സരിക്കുന്നുണ്ട്. രണ്ടുപേരും UDF സ്ഥാനാർത്ഥി എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ് മത്സരിക്കുന്നത്. പാർട്ടി നേതൃത്വം വാർഡ് ജനറലായപ്പോൾ പരസ്പരം വാർഡുകൾ വെച്ചുമാറാൻ ഇരുവർക്കും നിർദ്ദേശം നൽകി. പക്ഷേ അത് ചെവിക്കൊള്ളാതെ മായ സ്ഥാനാർത്ഥിത്വമായി മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കോട്ടയം നഗരസഭ ചെയർപേഴ്സണായിരുന്ന ബിൻസി സെബാസ്റ്റ്യനെതിരെയും ഇപ്പോൾ ഒരു വിമതൻ രംഗത്ത് വന്നിട്ടുണ്ട്. ബിൻസി നേരത്തെ വിമതയായി മത്സരിച്ച് ജയിച്ചായിരുന്നു. പിന്നീട് UDF പിന്തുണയോടെ നഗരസഭാ ചെയർപേഴ്സണായത്. ഇക്കുറി ബിൻസിക്ക് കൈപ്പത്തി ചിഹ്നം അനുവദിച്ച് ബിൻസിക്ക് കോൺഗ്രസ് സീറ്റ് നൽകുകയും ചെയ്തു. നഗരസഭയിലെ 53ാം വാർഡ് ഗാന്ധിനഗർ സൗത്തിലാണ്
വിൻസിയെ മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക നൽകിയത്. അവിടെയാണ് പ്രേം എന്നൊരു പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകൻ നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുന്നത്. അദ്ദേഹവും സ്ഥാനാർത്ഥിത്വവുമായി മുന്നോട്ട് പോകുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അതിനിടെ ഏറ്റുമാനൂർ നഗരസഭയിൽ CPM-നും വിമത നീക്കം നടക്കുന്നുണ്ട്. ഈ CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗം ജയപ്രകാശ് മത്സരിക്കുന്ന സീറ്റിൽ മറ്റൊരു CPM പ്രവർത്തകൻ നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാനുള്ള നീക്കം പാർട്ടി നേതൃത്വം ഇടപെട്ട് നടത്തുന്നുമുണ്ട്. ഇന്ത്യയിലും പലയിടത്തും വിമത ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പള്ളിക്കത്തോട്